ഹലോ ഗൈസ്, ഈ വീഡിയോ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ഞാനൊരു IEM ഇയർഫോൺസ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 2020 കൊറോണ സമയത്ത് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു ഗെയിമറാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറഞ്ഞ ഹെഡ്ഫോൺസ്, അതായത് ഈ ഇൻഡെക്സ് എന്ന ബ്രാൻഡ് പോലത്തെ ഈ 500 രൂപയുടെ 300 രൂപയുടെ ഹെഡ്ഫോൺസൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ വാലറൻറ്റ് കളിച്ച് തുടങ്ങിയ സമയത്ത് ആണ് എനിക്ക് മനസ്സിലായത് ബെറ്റർ ഹെഡ്ഫോൺസ് വേണം നമുക്ക് എനിമി ഫൂട്ടൊക്കെ സ്പോട്ട് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ ഗെയിം പ്ലേ കുറച്ചുകൂടെ സെറ്റാക്കാനും നല്ല ഹെഡ്ഫോൺസ് വേണമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഒരു റെഡ് ഗിയറിൻ്റെ ഒരു ഓവർ ഹെഡ് വലിയൊരു ഹെഡ്ഫോൺസ് വാങ്ങിച്ചു. അതിന് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. അത് അത്യാവശ്യമുള്ള നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഹെഡ്ഫോൺസ്. അതിൽ 7.1 ഉണ്ട്. എനിക്ക് എനിമീസിൻ്റെ ഫൂട്ട് സ്പോട്ട് ചെയ്യാനും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, സാധനം സെറ്റാണ്. എനിക്ക് ഞാൻ 2020 തൊട്ട് 2022 വരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3 years ഗ്യാപ്പ്, അതായത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റാതെയും സ്ട്രീം ചെയ്യാൻ പറ്റാതെയൊക്കെ ആയി. ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ ഈ ഇടയ്ക്ക് വീണ്ടും ഒരുപാട് സ്ട്രീമേഴ്സിൻ്റെ സ്ട്രീമിങ് കണ്ടു തുടങ്ങി യൂട്യൂബിൽ. അപ്പോൾ എനിക്കും സ്ട്രീം ചെയ്യണം, ഗെയിം കളിക്കണം എന്നുള്ള വീണ്ടും നമുക്കാ ഇൻട്രസ്റ്റ് വീണ്ടും കയറി വരുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു, വാലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ കളിച്ചു തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഈ പുതിയ സ്ട്രീമേഴ്സിൻ്റെ നമ്മുടെ യൂട്യൂബിലുള്ള മലയാളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ സ്ട്രീമേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പം എല്ലാവരും ഓവർ ഹെഡ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും IEMs ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി, IEMs കൊള്ളാം, അപ്പോൾ എനിക്കും അതുപോലെ ഒരെണ്ണം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടപ്പം പല റേറ്റിന് സാധനങ്ങളുണ്ട്. 10,000-നുണ്ട്, 20,000-നുണ്ട്, 50,000-ന്, 60,000-ന് എല്ലാ റേറ്റിനും സാധനമുണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇതായതുകൊണ്ട് ഞാനൊരു ബഡ്ജറ്റ് സാധനം എന്ന രീതിയിൽ കുറച്ച് നോക്കി, കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് സാൽനോട്ട്സിൻ്റെ 02 എന്നുള്ള IEM ഞാൻ ചൂസ് ചെയ്തു. എൻ്റെ പഴയ ഹെഡ്ഫോൺസ് ആണെങ്കിൽ എനിക്കൊരു നമ്മൾ വാലറിൻ്റെ ഞാൻ കൂടുതൽ കളിക്കുന്ന വാലറിൻ്റാണ്. അപ്പം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഇരുന്ന് കളിക്കുന്ന സാധനമാകുമ്പം കുറച്ച് നേരം കഴിഞ്ഞ് ചെവിയുടെ ചുറ്റിനുമൊക്കെ വേർക്കും. അപ്പം നമുക്കൊരു ചൊറിച്ചിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിയർ IEMs ആണെങ്കിൽ നമുക്ക് ചെവിക്കകത്ത് കറക്റ്റ് ഇങ്ങനെ ഇരിക്കും, അപ്പം ബാക്കി വേറെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അത്യാവശ്യം ഫേസ് ക്യാമിലും കാണുമ്പോൾ ഒരു സെറ്റ് ലുക്കൊക്കെ ആയിരിക്കും എന്ന രീതിയിൽ ഞാൻ എടുത്തതാണ്. നമുക്ക് എന്തായാലും ഈ സാധനം അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ചെവിക്കകത്ത് കറക്റ്റ് ഇരിപ്പുണ്ട്. എനിക്ക് ഒരുവിധം സെറ്റാണ്. നല്ല നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് ബഡ്സ് ഇയർഫോൺസ് ആകുമ്പോൾ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ വരും. എങ്കിലും കുറച്ചുകൂടെ സാധാരണ ഹെഡ്ഫോൺസ് വയ്ക്കുന്നതിനേക്കാളും കംഫോർട്ടാണ് കേട്ടോ. സാധാരണ ഹെഡ്ഫോൺസ് കുത്തി കയറ്റി വീഴാതിരിക്കാനുള്ള ഇത് വയ്ക്കും. ഇത് നമുക്ക് ഈ കേബിൾ മോളിൽ നിന്നൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ഇതെന്തായാലും ഊരിപ്പോകത്തില്ല എന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇത് കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കുന്നുമുണ്ട്. ഞാനൊരു 1.5 മണിക്കൂർ ഗെയിം ചെയ്ത് നോക്കി. എനിക്ക് പ്രത്യേകിച്ച് സൗണ്ട് ഡിഫറൻസ് ഒന്നും എനിക്ക് പ്രീവിയസ് ഹെഡ്ഫോൺസുമായിട്ട് ഫീൽ ചെയ്തില്ല. കുറച്ച് ചെറിയ രീതിയിലൊരു ബെറ്ററായിട്ട് തോന്നി. കാരണം ഇതിൻ്റെ ഫിറ്റിംഗ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. മറ്റേ ഓവർ ഹെഡ് ഹെഡ്ഫോൺസ് പോലെ അതിൻ്റെ കപ്സ് കയറി അടഞ്ഞിട്ട് നമുക്ക് ചെവിയുടെ ചുറ്റിനും വേർത്തിട്ടുള്ള ഇറിറ്റേഷനോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം വാലറൻറ്റ് കളിക്കാൻ, FPS ഗെയിംസ് കളിക്കാൻ ഏതെങ്കിലും ബഡ്ജറ്റ് IEMs നോക്കുന്നുണ്ടെങ്കിൽ 02 ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ IM എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഗെയിമിങ്ങിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഞാൻ പാട്ട് കേൾക്കാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹെഡ്ഫോൺസ് സോൺ എന്നുള്ള സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിച്ച് നോക്കാം, യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.